കോഴിക്കോട് കൊയിലാണ്ടിയിൽ കടലിൽ അകപ്പെട്ട 14 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. എഞ്ചിൻ തകരാറിനെ തുടർന്ന് ബോട്ട് പ്രവർത്തിക്കാതിരിക്കുകയായിരുന്നു. ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇവരെ രക്ഷിച്ചത്. വിവരങ്ങളുമായി ദിൽഷ തിലകനാണ് നമുക്കൊപ്പം ചേരുന്നത്. ദിൽഷ, എങ്ങനെയാണ് ഇവരെ രക്ഷിച്ചത്? ഇവരിപ്പോൾ എവിടെയാണുള്ളത്? ഇന്നലെ വൈകിട്ട് ഏകദേശം 6:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ള 14 മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ കുടുങ്ങിയത്. ഈ എഞ്ചിൻ തകരാറാവുകയായിരുന്നു. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് ബോട്ട് കേടായി. ഈ സായി പാർവതി എന്ന ബോട്ടാണ് ഈ കടലിൽ കുടുങ്ങിയത്. ഇതിൽ 14 മത്സ്യത്തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഈ ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിക്കുകയും തുടർന്ന് കൊയിലാണ്ടി ഹാർബറിൽ നിന്ന് 4 പോലീസ് ഉദ്യോഗസ്ഥർ ബോട്ടിലെത്തി ഇവരെ കരയ്ക്കെത്തിക്കുകയുമായിരുന്നു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള സുനീറിന്റെ നിർദ്ദേശപ്രകാരം സുരക്ഷിതമായിട്ട് തന്നെ 14 മത്സ്യത്തൊഴിലാളികളെയും രക്ഷാപ്രവർത്തനം നടത്തി കരയ്ക്ക് എത്തിച്ചു എന്നൊരു ആശ്വാസ വാർത്തയാണ് ലഭിക്കുന്നത്. കൊയിലാണ്ടി പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് ഈ ബോട്ടിന് തകരാറ് സംഭവിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ 14 പേരും സുരക്ഷിതരാണ്. ദില്ലി. ഓക്കെ, ശരി. ദിൽഷയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്.